നമസ്കാരം. ഫുട്ബോൾ ലോകകപ്പിന് ഇനിയും 2 വർഷക്കാലം കാത്തിരിക്കണം. എന്നാൽ ഫുട്ബോൾ ലോകകപ്പോളം പോന്ന ഒരു മാസമാണ് ഇനി വരാനുള്ളത്. ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോൾ ആരാധകർക്കായി കോപ്പ അമേരിക്കയും യൂറോപ്യൻ ഫുട്ബോളിനെ പിന്തുടരുന്നവർക്ക് യൂറോ കപ്പും ഒരേ സമയം നടക്കുന്നു എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. നമ്മുടെ കാലത്ത് ഫുട്ബോളിനെ ഏറ്റവും ഉന്നതിയിലെത്തിച്ച 2 ഇതിഹാസ താരങ്ങൾ ലിയോണൽ മെസ്സിയും ക്രിസ്ത്യാനോ റൊണാൾഡോയും. അർജന്റീനയ്ക്കൊപ്പം മെസ്സിയും പോർച്ചുഗലിനായി റൊണാൾഡോയും ഇത്തവണ മത്സരിക്കാൻ ഇറങ്ങുന്നത് ഒരുപിടി റെക്കോർഡുകൾ കൂടി മുന്നിൽ വച്ചാണ്. ലോക ഫുട്ബോളിൽ ആദ്യമായി 200 മത്സരങ്ങൾ കളിച്ച താരമാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഇതുവരെ റോണോ പോർച്ചുഗലിനായി ഇറങ്ങിയത് 206 മത്സരങ്ങളിൽ. ഒരിക്കലും തകർക്കാനാകാത്ത ഗിന്നസ് റെക്കോർഡുകൾ ഇങ്ങനെ റൊണാൾഡോയുടെ പേരിൽ നിരവധിയുണ്ട്. യൂറോ കപ്പിന് ഇറങ്ങുമ്പോഴും പോർച്ചുഗലിന്റെ ഗോളടി യന്ത്രമായ റൊണാൾഡോയുടെ പേരിനൊപ്പം റെക്കോർഡുകൾ വന്നുചേരും. ചെക്ക് റിപ്പബ്ലിക്കിനെതിരെ ജൂൺ 19 ആദ്യ മത്സരത്തിനിറങ്ങുമ്പോൾ റൊണാൾഡോ 6 യൂറോ കപ്പുകളിൽ മത്സരിക്കുന്ന ആദ്യ താരമാകും. 2004 മുതൽ നടന്ന എല്ലാ ടൂർണമെന്റിലും പോർച്ചുഗലിനായി കളിച്ച റൊണാൾഡോ 2016 ടീമിനെ കിരീടത്തിലുമെത്തിച്ചു. ഇതുവരെ 128 ഗോളുമായി അന്താരാഷ്ട്ര ഗോൾ വേട്ടക്കാരിൽ മുന്നിലുള്ള റൊണാൾഡോ ഒരു ഗോൾ കൂടി നേടിയാൽ മറ്റൊരു റെക്കോർഡ് സ്വന്തമാക്കാം. തുടർച്ചയായി 21 വർഷവും അന്താരാഷ്ട്ര ഫുട്ബോളിൽ സ്കോർ ചെയ്യുന്ന ആദ്യ താരമാകാം റൊണാൾഡോയ്ക്ക്. 2003 പോർച്ചുഗലിനായി അരങ്ങേറിയ റൊണാൾഡോ 2004 മുതൽ എല്ലാ വർഷവും രാജ്യത്തിനായി ഗോൾ നേടി. മറുവശത്ത് കോപ്പ അമേരിക്ക ചാമ്പ്യന്മാരായിരുന്ന ബ്രസീലിനെ ഫൈനലിൽ തോൽപ്പിച്ച് കോപ്പ അമേരിക്കയും യൂറോ കപ്പ് ചാമ്പ്യന്മാരായിരുന്ന ഇറ്റലിയെ തോൽപ്പിച്ച് ഫിനലിസിമയും ലോക ചാമ്പ്യന്മാരായിരുന്ന ഫ്രാൻസിനെ തോൽപ്പിച്ച് ലോകകപ്പും നേടിയ ആത്മവിശ്വാസത്തിലാണ് മെസ്സിയും അർജന്റീനയും. ലിയോണൽ മെസ്സി അർജന്റീനയ്ക്കായി സമ്മർദ്ദമേതുമില്ലാതെ ഇറങ്ങുന്ന ആദ്യ ടൂർണമെന്റാണ് ഇത്തവണത്തെ കോപ്പ അമേരിക്ക. ലോകകപ്പ് നേട്ടത്തോടെ ഫുട്ബോളിൽ നേടാവുന്നതെല്ലാം സ്വന്തമാക്കിയ മെസ്സി കളി ആസ്വദിച്ച് പന്ത് തട്ടുന്നത് കാത്തിരിക്കുകയാണ് ആരാധകർ. നിലവിലെ ഫോം തുടർന്നാൽ നിരവധി റെക്കോർഡുകളാണ് മെസ്സിക്കും മുന്നിലുള്ളത്. കോപ്പ അമേരിക്കയിലെ ആദ്യ മത്സരത്തിൽ മൈതാനത്ത് ഇറങ്ങുമ്പോൾ തന്നെ മെസ്സിയുടെ പേരിൽ 2 റെക്കോർഡ് കൂടി ചേരും. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം മത്സരങ്ങൾ കളിച്ച താരമെന്ന നേട്ടം സ്വന്തമാക്കാം അർജന്റീൻ നായകന്. നിലവിൽ 34 മത്സരങ്ങളുമായി ചിലെയുടെ സെർജിയോ ലിവിങ്സ്റ്റണുമായി റെക്കോർഡ് പങ്കിടുകയാണ് ലിയോണൽ മെസ്സി. ഇത്തവണ ഒരു മത്സരത്തിലെങ്കിലും കളിച്ചാൽ 7 വ്യത്യസ്ത കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ കളിക്കുന്ന ആദ്യ അർജന്റീൻ താരമെന്ന നേട്ടം സ്വന്തമാക്കാം മെസ്സിക്ക്. 5 ടൂർണമെന്റിൽ പങ്കെടുത്ത ഹാവിയർ മഷറാനയാണ് മെസ്സിക്ക് പിന്നിലുള്ള താരം. കഴിഞ്ഞ ടൂർണമെന്റിൽ 4 ഗോളും 5 അസിസ്റ്റുമായി മികച്ച താരമെന്ന നേട്ടം സ്വന്തമാക്കിയിരുന്നു മെസ്സി. ഇത്തവണ ഗോൾ നേട്ടം ആവർത്തിച്ചാൽ കോപ്പ അമേരിക്ക ചരിത്രത്തിലെ ഏറ്റവും വലിയ ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡാണ് മെസ്സിക്ക് മുന്നിലുള്ളത്. നിലവിൽ 13 ഗോളുകളാണ് മെസ്സിയുടെ പേരിലുള്ളത്. അർജന്റീനയുടെ മുൻതാരം നോർബർട്ടോ മെൻഡസും ബ്രസീലിന്റെ സീസിഞ്ഞോയുമാണ് 17 ഗോളുകളുമായി പട്ടികയിൽ മുന്നിൽ. 4 ഗോളുകൾ കൂടി കോപ്പ അമേരിക്കയിൽ നേടിയാൽ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ഗോൾ കോൺട്രിബ്യൂഷനിൽ റൊണാൾഡോയെ മറികടക്കാം മെസ്സിക്ക്. നിലവിൽ 180 മത്സരങ്ങളിൽ 106 ഗോളും 53 അസിസ്റ്റുമാണ് മെസ്സിയുടെ പേരിലുള്ളത്. റൊണാൾഡോയ്ക്ക് 206 മത്സരങ്ങളിൽ 128 ഗോളും 35 അസിസ്റ്റും. ഇത്തവണ കോപ്പ ടൂർണമെന്റിന്റെ മികച്ച താരമായാലും റെക്കോർഡുണ്ട് മെസ്സിക്ക് മുന്നിൽ. തുടർച്ചയായി 2 തവണ നേട്ടത്തിലെത്തുന്ന ആദ്യ താരമാകാം മെസ്സിക്ക്. ഗിന്നസ് റെക്കോർഡുകൾ 40 തവണ പേരിലെഴുതിയ റൊണാൾഡോയെ മറികടന്ന് 41 തവണ നേട്ടത്തിലെത്തിയിട്ടുണ്ട് മെസ്സി. കോപ്പ അമേരിക്കയും യൂറോ കപ്പും ഒന്നിച്ച് കളത്തിലെത്തുമ്പോൾ റെക്കോർഡുകൾ മാറി മറിയുന്നത് നമുക്ക് കാത്തിരിക്കാം.